ഒരു പുതിയ പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി 103 സങ്കീർത്തനം 14 വാക്യം നമുക്ക് വായിക്കാം. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. നമുക്കേറെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് 103 സങ്കീർത്തനം. അതിലെ ഓരോ വാക്യങ്ങളും നമുക്ക് ഹൃദിസ്ഥമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നാം സാധാരണയായി ഉരുവിടാറുള്ള അനേക വാക്യങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന് തുടങ്ങി തുടർന്നുള്ളതായ വാക്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന, നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നതായ അനുഗ്രഹീതമായ അനേക വാക്യങ്ങൾ ഉള്ളതായ ഒരു സങ്കീർത്തനമാണല്ലോ 103 സങ്കീർത്തനം. ഇതിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവ് നമ്മുടെ പ്രകൃതി അറിയുന്നവനാണ്. ഇംഗ്ലീഷ് പരിഭാഷയിൽ ഈ വാചകം ഇങ്ങനെയാണ്, ഫോർ ഹി നോവത്ത് അവർ ഫ്രെയിം. അവിടുന്ന് നമ്മുടെ ഘടന അറിയുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണെന്ന് അവിടുന്ന് അറിയുന്നു. അങ്ങനെയൊക്കെ അതിനർത്ഥമുണ്ട്. ഈ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഫ്രെയിം ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ അടിസ്ഥാന ഘടകത്തെ സംബന്ധിച്ചാകാം. അതേപോലെ തന്നെ ഫ്രെയിം ഓഫ് ദ മൈൻഡ്, മനസ്സിൻ്റെ ഘടനയെ സംബന്ധിച്ചാകാം. അതെല്ലാം വാസ്തവത്തിൽ നാം ചിന്തിക്കേണ്ടുന്നതാണ്. വൈദ്യശാസ്ത്രം ഈ ഘടനകളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി വലിയവനായ ദൈവമാണ് വാസ്തവത്തിൽ നമ്മുടെ ശരിയായ പ്രകൃതി അറിയുന്നവൻ. കാരണം അവിടുന്നാണ് നമ്മെ നിർമ്മിച്ചത്. ഭയങ്കരവും അതിശയകരവുമായി നമ്മെ നിർമ്മിച്ചിരിക്കുന്നു, നമ്മെ മെടഞ്ഞിരിക്കുന്നു എന്നാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്.
അത്ഭുതകരമായിട്ടാണ് മനുഷ്യനെ ദൈവം നിർമ്മിച്ചിട്ടുള്ളത്. വൈദ്യശാസ്ത്രം പറയുന്ന ഓരോ കാര്യങ്ങളും അതിന് തെളിവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് വൈദ്യശാസ്ത്രം പറയുന്നത് 11 മേജർ ഓർഗൻ സിസ്റ്റംസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. റെസ്പിറേറ്ററി സിസ്റ്റമുണ്ട്, ഡൈജസ്റ്റീവ് ആൻഡ് എക്സ്ക്രീറ്ററി സിസ്റ്റമുണ്ട്, സർക്കുലേറ്ററി സിസ്റ്റമുണ്ട്, സ്കെലിറ്റൽ സിസ്റ്റമുണ്ട്, മസ്കുലാർ സിസ്റ്റമുണ്ട്, എൻഡോക്രൈൻ സിസ്റ്റമുണ്ട്, അതുപോലെ നെർവസ് സിസ്റ്റമുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഏതാണ്ട് 11ഓളം വിവിധങ്ങളായ ഓർഗൻ സിസ്റ്റംസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇത് ഓരോന്നും എടുത്തു നോക്കിയാൽ അത്ഭുതകരമായിട്ടാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഉദാഹരണത്തിന് നെർവസ് സിസ്റ്റം എടുത്ത് നോക്കുക. ആ നെർവസ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട മനുഷ്യ മസ്തിഷ്കം, ബ്രെയിൻ, അതിൻ്റെ ഘടന, എല്ലാ മനുഷ്യരിലും അതിൻ്റെ ഭാഗങ്ങൾ ഒരേപോലെ തന്നെയാണ്. ഓരോരുത്തരുടെയും ബുദ്ധിവികാസത്തിനനുസരണമായി അതിലെ ചുളിവുകളും മടക്കുകളും വ്യത്യാസമുണ്ടാകാം എന്നുള്ളതല്ലാതെ അതിൻ്റെ ഘടന എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ന്യൂറോൺ, അതായത് ഒരു നെർവ് സെല്ലാണ്. അങ്ങനെ നാഡീഞരമ്പുകൾ എടുത്തു നോക്കിയാലും രക്തപര്യന വ്യവസ്ഥയിലെ ഹാർട്ട്, അതുപോലെ ബന്ധപ്പെട്ടതായ മറ്റു ഭാഗങ്ങൾ എടുത്തു നോക്കിയാലും ഘടനയിൽ എല്ലാം ഒന്ന് തന്നെയാണ്. അടിസ്ഥാനപരമായി ഘടന ഒന്ന് തന്നെയാണ്. ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഓരോ മനുഷ്യൻ്റെയും ഘടന വ്യത്യസ്തമായിരുന്നുവെങ്കിൽ വൈദ്യശാസ്ത്രം നിലനിൽക്കയില്ലായിരുന്നു. ഓരോ ശരീരത്തിൻ്റെയും ഘടന വ്യത്യസ്തമായ ഘടനയായിരുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് ഒരാളിൻ്റെ ഹൃദയത്തിലുള്ള 4 ചേമ്പറുകൾ പോലെ അല്ല മറ്റൊരാളിൻ്റെ ഹൃദയം എങ്കിൽ വൈദ്യശാസ്ത്രത്തിന് ഒരിക്കലും നിലനിൽപ്പുണ്ടാകുകയില്ലായിരുന്നു. അതേസമയം തന്നെ മനുഷ്യരുടെ എല്ലാവരുടെയും ശരീരഘടന അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാരണം. അതുകൊണ്ടാണ് ഒരു സർജറി ചെയ്യുന്നതായ സമയത്ത് വളരെ കൃത്യമായി ഡോക്ടേഴ്സിന് അത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ശരീരത്തിലെ നാഡിഞരമ്പുകളും അതിൻ്റെ സ്ഥാനവും അതിൻ്റെ രീതികളും എല്ലാം അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. സുവോളജി ഐച്ഛിക വിഷയമായി എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ അലിമെൻ്ററി സിസ്റ്റത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി കോക്രോച്ചസിനെയാണ് ഉപയോഗിക്കാറുള്ളത്, പാറ്റായി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പാറ്റായുടെ അലിമെൻ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം ഒക്കെ നാം കാണുമ്പോൾ അത്ഭുതാവഹമായി നമുക്ക് തോന്നാം. അതെല്ലാ പാറ്റായിലും ഒരുപോലെ തന്നെയാണ്. ഇതേപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും. ശരീരഘടനയിൽ അടിസ്ഥാനപരമായി ശരീരം ഒരുപോലെ തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത്, നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത്ഭുതകരമായി ദൈവം നമ്മെ സൃഷ്ടിച്ചു. ഒരിക്കലും തനിയെ ഉണ്ടായി വന്ന ഒരു ജീവിയല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ശാസ്ത്രം പല നിലകളിലൊക്കെ അതിനെ പറയുന്നുണ്ട്. എന്നാൽ അതിനെ വിശ്വസിക്കുവാൻ മതിയായ തെളിവുകൾ കൊടുക്കുവാൻ അവർക്ക് തന്നെ സാധിക്കുന്നില്ല. എന്നാൽ ദൈവവചനം വളരെ കൃത്യമായും വ്യക്തമായും നമ്മോട് പറയുന്നു, വലിയവനായ ദൈവം മനുഷ്യനെ നിലത്തെ പൊടി കൊണ്ട് നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. നിലത്തെ പൊടി എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് ആ പൊടി എടുത്തത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ആ പൊടിക്ക് ഈ രൂപം കൈവന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതൊരു ഡിവൈൻ ടച്ചാണ്. സ്വർഗീയമായിട്ടുള്ള, ദൈവികമായിട്ടുള്ള ഒരു കരസ്പർശം കൊണ്ട് നിലത്തെ പൊടിക്കുണ്ടായതായ ഒരു രൂപഭാവ ഭേദമാണ് വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിലൂടെ പ്രകടമാകുന്നത് എന്നത്രേ നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നത്. മനുഷ്യ ശരീര നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ച മണ്ണ്, അതിൻ്റെ ഘടന, അതിൻ്റെ റേഷ്യോ ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ അതൊന്നും നമുക്കറിഞ്ഞുകൂടാ. അത് നിർമ്മിതാവിന് മാത്രമേ അറിയാവൂ. ഞങ്ങളുടെ അടുത്ത് ആറന്മുള എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വിശ്വപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. ഒരിക്കൽ ഞാൻ സ്കൂളിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് ആ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം കാണുന്നതിന് വേണ്ടി അവിടേക്ക് പോവുകയുണ്ടായി. അതൊരു ഫാമിലിയാണ് നടത്തുന്നത്. ആ കുടുംബം അവർ പാരമ്പര്യമായി ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നവരാണ്. അവരതിൻ്റെ ആദ്യം മുതലുള്ളതായ ഘട്ടങ്ങൾ നമ്മെ കാണിക്കും. അതിൻ്റെ മോൾഡ് ഉണ്ടാക്കുന്നത് മുതൽ
ഇങ്ങോട്ടുള്ളതായ കണ്ണാടിയുടെ അവസാന ഘട്ടം വരെയുള്ള നിർമ്മിതി നമ്മെ അവർ കാണിക്കും. എന്നാൽ അതിൽ ലെഡ് അല്ലെങ്കിൽ ഈയം ഉരുക്കിയൊഴിച്ച് കാർബണുമായി മിക്സ് ചെയ്തെടുക്കുന്നതായൊരു ഘട്ടമുണ്ട്. അതിൻ്റെ റേഷ്യോ മാത്രം അവർ ആരോടും പറയാറില്ല. അതൊരു പ്രത്യേക റേഷ്യോ ആണ്. അത് ആ ഒരു കുടുംബത്തിന് മാത്രമേ അറിയാവൂ. പാരമ്പര്യമായി ആ കുടുംബങ്ങളിലൂടെ ആ ഒരു രഹസ്യം അടുത്ത തലമുറകളിലേക്ക് അവർ കൈമാറുന്നു. മറ്റൊരു കുടുംബത്തിലേക്കും അത് പോകാതെ ആ രഹസ്യം അവർ കാത്തു സൂക്ഷിക്കുന്നു. അങ്ങനെ ആ റേഷ്യോ അനുസരിച്ചാണ് ആറന്മുള കണ്ണാടി നിർമ്മിച്ചെടുക്കുന്നത്. വളരെ മനോഹരമായ അത്ഭുതകരമായ ഒരു കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി. അതിലെ പ്രതിബിംബം എന്ന് പറയുന്നത് നാം സാധാരണ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം പോലെയല്ല. വളരെ കൃത്യമായ, വളരെയധികം ക്ലാരിറ്റി ഉള്ളതായ പ്രതിബിംബമാണ് നാം അതിൽ കാണുന്നത്. വളരെയധികം വിലയുള്ള കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി. അതുകൊണ്ട് അതിൻ്റെ നിർമ്മിതാവിന് മാത്രമേ അറിയാവൂ അതിൻ്റെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. പ്രിയമുള്ളവരെ, വലിയവനായ ദൈവം നമ്മെ നിർമ്മിച്ചിട്ടുള്ളതും ഇതേപോലെ തന്നെയാണ്. വലിയവനായ ദൈവത്തിന് മാത്രമേ അറിയാവൂ ആ നിർമ്മിതിയുടെ അടിസ്ഥാന ഘടകം എങ്ങനെയാണ്, അതിൻ്റെ റേഷ്യോ എന്താണ് അതിലെ ഡിവൈൻ ടച്ച്. ഇതെല്ലാം ദൈവത്തിന് മാത്രമേ അറിയാവൂ. നമ്മുടെ മാനുഷികമായ ബുദ്ധിയിൽ അത് നമുക്ക് ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ സാധ്യമല്ല. ദൈവികമായ കാര്യമാണത്. എന്നാൽ ദൈവവചനം പറയുന്നു, ഭയങ്കരവും അതിശയകരവുമായി ദൈവം നമ്മെ മെടഞ്ഞിരിക്കുന്നു. അത് മാത്രമേ നമുക്കറിയാവൂ. അതുകൊണ്ട് നമ്മുടെ ഘടന അറിയാവുന്നവൻ അവിടുന്ന് മാത്രമാണ്. ആറന്മുള കണ്ണാടി കാണുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്താണ്? ആ കണ്ണാടിയുടെ പ്രത്യേകതയും അതിലെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതയും ഒക്കെയാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. പക്ഷേ അത് നിർമ്മിച്ചതായ നിർമ്മിതാവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളായിരിക്കാം. അദ്ദേഹം മനസ്സുകൊണ്ട് പറയുന്നുണ്ട്, ഇത് ലെഡും കാർബണും ചേർന്നിട്ടുള്ളതായ ഒരു സംയുക്തം മാത്രമാണ്. ഇതേപോലെ തന്നെയാണ് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത്. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഫ്രെയിം അവിടുന്ന് അറിയുന്നു, നമ്മുടെ മനസ്സിൻ്റെ ഫ്രെയിം അവിടുന്ന് അറിയുന്നു. ഹി നോവത്ത് ദ ഫ്രെയിം ഓഫ് അവർ ബോഡി, ദ ഫ്രെയിം ഓഫ് അവർ മൈൻഡ്. ഇതെല്ലാം അറിയുന്നവൻ ഒരേ ഒരുവൻ മാത്രമാണ്. ഈ പൊടിയായ ശരീരത്തിലിരുന്നു കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്നത്? അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നു, കൊല്ലും കൊലയും നടത്തുന്നു. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൻ്റെ അടുത്ത വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു, കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. എത്രയോ ക്ഷണികമായ ആയുസ്സാണ് നമുക്കുള്ളത്. എന്നാൽ ഈ ആയുസ്സിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാനും ആ ദൈവമുഖത്തേക്ക് നോക്കി അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനും ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഭാഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് രാവിലെ ആ ഒരു ഭാഗ്യം ലഭിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കേവലം പൊടിയായ നമ്മെ കർത്താവ് എത്രയോ വിലയേറിയവരും മാന്യരുമായി കരുതിയിരിക്കുന്നു. നമ്മെ ഏറ്റവും ശ്രേഷ്ഠ ഉന്നത സ്ഥാനീയരായി കർത്താവ് കരുതുന്നു. ദയയും കരുണയും നമ്മെ അണിയിക്കുന്നു. നാം തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ യൗവനം കഴുകനെപ്പോലെ പുതുക്കി വരത്തക്കവണ്ണം നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ മുൻപാകെ ഇന്ന് രാവിലെ അടുത്തിയെല്ലാം സാക്ഷാൽ നമ്മുടെ പ്രകൃതി അറിയുന്ന, നമ്മെ മുഴുവനായി അറിയുന്ന, നമ്മുടെ മാനസികാവസ്ഥ അറിയുന്ന, അടിസ്ഥാന ഘടകങ്ങൾ അറിയുന്ന ആ കർത്താവിൻ്റെ അരികിൽ ചെന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടുത്തെ മനോഹാരിത കണ്ടുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവമക്കൾ എന്നുള്ളതായ ഭാഗ്യ പദവിയിലിരുന്നു കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ ദിവസം മുഴുവനും ഈ അനുഗ്രഹം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. തിരുവെഴുത്ത് പറയുന്നത് പോലെ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്നവൻ ഓർക്കുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ കർത്താവെ, പൊടിയായ ഞങ്ങളെ കൃത്യമായി അറിയുന്ന, ഞങ്ങളെ നിർമ്മിച്ച, ഞങ്ങളെ സൃഷ്ടിച്ച വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ഇന്ന് രാവിലെ അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളും അവിടുന്ന് അറിയുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ നാഡീഞരമ്പുകളെ നിർമ്മിച്ചവൻ,
ഞങ്ങളുടെ മനസ്സിൻ്റെ ഘടന കൃത്യമായിട്ട് അറിയുന്നവൻ അവിടുന്ന് ആകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിവിധങ്ങളായ ഭാരങ്ങളുടെയോ പ്രയാസങ്ങളുടെയോ ഒക്കെ കടന്നു പോകുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. രോഗികൾക്ക് അവിടുന്ന് സൗഖ്യം നൽകണമേ. കാരണം അവിടുന്ന് ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ പിതാവുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങളുടെ സമസ്ത കാര്യങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇന്നത്തെ ദിവസം സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ അനുവദിച്ചാട്ടെ. അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം ഞങ്ങളെ ഓരോരുത്തരുടെ മേൽ വെച്ചാട്ടെ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.